ഹായ് മക്കളെ, സൈലത്തിൽ നിന്നും അമീൻ സർ ആണ്. ടീച്ചറാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നത് 3ാം ക്ലാസ്സിലെ മക്കളേക്കും. എൻ്റെ മക്കൾ എന്ത് ചെയ്യാറോ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഉപ്പായുടെ ഉമ്മയുടെ അടുത്തേക്ക് അച്ഛൻ അമ്മേൻ്റെ അടുത്തേക്ക് ഒന്ന് വേഗം ചെല്ലുക. എന്നിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക കാണാം. തീർച്ചയായിട്ടും എൻ്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കാം. ഒന്നെങ്കിൽ 3ാം ക്ലാസ്സിലെ മക്കളേക്കും അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലെ പാരൻസ് ആയിരിക്കും. നിങ്ങളെ മക്കൾക്ക് എന്താണ് അവസ്ഥ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഏതെങ്കിലും സബ്ജക്റ്റിന് ചിലപ്പോൾ മാത്സ് ആവാം, അല്ലെങ്കിൽ EVS ആയിരിക്കും, അല്ലെങ്കിൽ മലയാളം. ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലെ, മലയാളത്തിലൊക്കെ കുറെ മക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. വായിക്കാൻ അറിയാത്ത അവസ്ഥകൾ 3ൽ എത്തിയിട്ട് പോലും ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. പ്രശ്നം. സോ എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് മനസ്സിലാക്കി വെക്കുക. ഇനി അവർ 4ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. ഈ 4ാം ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇവർക്ക് LSS എന്ന എക്സാം ഉണ്ട്. മാറിയിട്ടുണ്ട്, LP ആക്കിയിട്ടുണ്ട്. മക്കളെ മനസ്സിലാക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ പാരന്റ്സ് മനസ്സിലാക്കി വെക്കേണ്ടത്, പണ്ടത്തെ പോലുള്ള LSS അല്ല ഇപ്പൊ വരാൻ പോകുന്ന LSS എന്ന് പറഞ്ഞെങ്കിൽ. ഞങ്ങൾക്ക് ഇപ്പൊ അറിയാൻ കഴിഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ വാല്യുവേഷൻ ക്യാമ്പിൽ നല്ല മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ തീരെ മാർക്കില്ലാത്ത മക്കൾ, അഥവാ ഇടയിലുള്ള ആൾക്കാർ എണ്ണം ചെയ്തിട്ടുണ്ട്, കുറഞ്ഞു പോയിട്ടുണ്ട്. സോ സുധി മിസ്സേ, ഇത് നമുക്ക് എന്താ മാറ്റം കൊടുക്കാൻ പറ്റുക? ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ചാൽ 4ാം ക്ലാസ്സിൽ നിന്ന് അവസാനം പരീക്ഷയോട് അടുപ്പിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് 4ാം ക്ലാസ് തുടക്കത്തിൽ തന്നെ നമ്മൾ 2 മാസം കൂടെ കഴിഞ്ഞാൽ 4ലേക്കാണ് അല്ലേ, 4ാം ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ മലയാളം മീഡിയം ആയിക്കോട്ടെ, തുടക്കം മുതൽ നമ്മൾ ഇതിനൊരു ബേസ് കൊടുത്തോണ്ട് അല്ലെ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ മക്കളെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക്. നിങ്ങളെ ആലോചിച്ചാൽ മതി, നിങ്ങളെ മക്കള് എപ്പോഴാണ് ഇരിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും കുട്ടികളെ നോക്കാറുള്ളത് എക്സാം ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒന്ന് വാശി പിടിക്കും, ഇരുത്തും. ആ സമയത്ത് അല്ലാണ്ട് നമ്മൾ എന്ത് ഇരുത്താറില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടാവും, പാരന്റ്സിന്റെ തലവേദന ഒന്ന് കുറയ്ക്കാന്നുള്ളതാണ് തീർച്ചയായിട്ടും വേണ്ടത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ 4ാം ക്ലാസ് ആദ്യം മുതലേ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ബേസ് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല എല്ലാ സ്കൂളിലും LSS എല്ലാവർക്കും എഴുതാൻ പറ്റുമോ? അഥവാ A ഗ്രേഡ് കിട്ടിയ മക്കളെ മാത്രം എന്ത് ചെയ്യുള്ളൂ, LSS തിരഞ്ഞെടുക്കുള്ളൂ. ആ മക്കൾ നമ്മൾ എത്തണം. പക്ഷെ നമുക്ക് സമയമുണ്ടോ? നമുക്ക് സമയമില്ല. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ആദ്യമേ തുടങ്ങുകയാണെങ്കിൽ അടിപൊളിയാവും. അപ്പൊ എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? അതിന് നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം, ഈ പ്രാവശ്യം ഞങ്ങൾ നല്ല രീതിയിൽ ഇറങ്ങാൻ പോകുന്ന സാധനങ്ങളാണ്. ഒന്ന് LSS, USS, NMMS, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. നമ്മളെ മക്കൾ എന്താണോ, നമ്മളെ മക്കൾക്ക് ഒരു ഹയർ സ്റ്റഡീസിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് മുൻപന്തിയിലേക്ക് എത്താൻ പറ്റിയ ഏറ്റവും അടിപൊളിയാണ് LSS പ്രിപ്പയർ ചെയ്യുന്നത്. ഈ LSS കാര്യങ്ങളൊക്കെ കൃത്യമായി നൽകുന്ന ബാച്ചാണ് പ്രാണ ബാച്ച്. കാരണം അവിടെ ഡെയിലി ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ക്ലാസ്സിന് സമയമാകുമ്പോൾ നിങ്ങൾ അറിയും. ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ മക്കൾക്ക് കൊടുക്കുക. ആ നോട്ട് കൃത്യമായിട്ട് നോക്കിയാൽ മാത്രം മതി. അഥവാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് കുട്ടിനെ പഠിപ്പിക്കാൻ കിട്ടുന്നില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാം അടിപൊളിയാക്കി അതിനെ നോക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, താഴത്തെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗത്തിൽ ആ നമ്പർ എന്ത് ചെയ്യുക, വിളിക്കുക. ആദ്യമേ പഠിച്ചു കൊടുക്കുക. ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ എഡ്യൂഫെസ്റ്റ് ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ ഒരു സ്മാർട്ട് വാച്ച് ഗിവ് അവേ ആയിട്ട് കിട്ടുന്നുണ്ട്. April 5 വരെയാണ് കേട്ടോ അതിന്റെ ഒരു സമയം എന്ന് പറയുന്നത്. 10% ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടാൻ പോകുന്ന ഓഫർ ഉള്ളത്. അപ്പം അടിപൊളിയാക്കാൻ പറ്റും. ഒരു കാര്യം നേരത്തെ തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറാക്കാം. വെൽക്കം ടു പ്രാണ ബാച്ച്. നമ്മളെല്ലാവരും അവിടെ ഉണ്ട്, നമുക്ക് തകർക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബാച്ചും കൂടിയാണ്. ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും എന്ന് പറയുന്ന 2 തരം പ്ലാനും ഉണ്ട്. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ അവിടെ ഉണ്ടാവും അല്ലേ അബിൻ സാറേ? നമ്മൾ അടിപൊളിയാക്കും, ഉഷാറാക്കാം.